വിക്കി ഗിൽ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ഒറിജിൻ ഉണ്ട്, അമേരിക്കൻ പ്രസിഡന്റിന്റെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ അഡ്വൈസറാണ്. ഇപ്പം ഇത് സീനിയർ പോസ്റ്റാണ് വാഷിങ്ടൺ DC അതൊക്കെ. അമേരിക്കൻ പ്രസിഡന്റ് സീനിയർ അഡ്വൈസറാണ്. അയാൾക്ക് മാർക്ക് റൂബിയോ, അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി, അയാൾക്ക് അവാർഡ് കൊടുക്കുന്നു. ഈ പറയുന്ന സീസ് ഫയർ നിർത്തിയത് ഇയാളുടെ കഠിന പ്രയത്നം കൊണ്ടാണ്. കാരണം ടോക്സ് എല്ലാം നടത്തി. മനസ്സിലാക്കണേ, വിക്കി ഗില്ല് സ്ഥിരമായിട്ട് ഇന്ത്യയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ്. പ്രധാനമായിട്ട് ഇന്ത്യൻ ബിസിനസ്സുകാരുമായിട്ടും അമേരിക്കൻ ബിസിനസ്സുകാരുമായിട്ടും പ്രസിഡന്റ് ട്രംപിന് വേണ്ടി അമേരിക്കയിലുള്ള ബിസിനസ്സുകാരെ ഇന്ത്യയിൽ കൊണ്ടുവരിക, അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തുകൊടുക്കുക, ഇതൊക്കെയാണ് പുള്ളിയുടെ ജോലി. അപ്പോൾ വിക്കി ഗില്ലിന് അവാർഡ് കൊടുക്കുന്നത്. അപ്പം വിക്കി ഗില്ലിൻ്റെ വേർഷൻ, അമേരിക്കൻ വേർഷൻ, അത് ശരിയാണെന്ന് പറയുമോ? ഇത്രയും മനസ്സിലാക്കുക, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഇത്രയും മാസമായി, ഇന്നും അതിൻ്റെ ഒരു വേർഷനും എന്ത് വേർഷനാണെന്നുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഒരു കാര്യവും തുറന്നു പറയുന്നില്ല. പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടോ ഇല്ലയോ, എങ്ങനെയാണ് വാർ നിന്നത്? കാരണം ഒത്തിരി സംശയങ്ങളുണ്ട്. കാരണം സീസ് ഫയർ അനൗൺസ് ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാനൊന്നുമല്ല, അമേരിക്കൻ പ്രസിഡന്റാണ് അനൗൺസ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ ദിവസങ്ങൾ അയാൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ കാര്യത്തിൽ ഒരക്ഷരം ഇപ്പം വേണ്ടുന്നില്ല, കംപ്ലീറ്റ് സൈലന്റ്. തിരിച്ചു വരാം. BJPയുടെ കുറച്ച് BJPയുമായിട്ട് BJPയുടെ അനുകൂലികളാണ്, പക്ഷെ RSSന്റെ ആയിട്ട് ബന്ധമുള്ള പല ആൾക്കാരുണ്ട്. ബന്ധമെന്ന് പറയുന്നത് അവരുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണെങ്കിലും മറ്റുള്ളിടത്തും. ആനന്ദ് രംഗരാജ് ഒരു റൈറ്ററാണ്, ഈ പറയുന്ന RSSന്റെ ഒരു ഐഡിയോളോഗാണ്, തമിഴ്നാടുകാരന്. അദ്ദേഹം അടുത്ത സമയത്ത് പലയിടത്തും, ഇത് ഒരു പ്രാവശ്യമൊന്നുമല്ല, കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കൊണ്ട് പലയിടത്തും മോദി ഗവൺമെന്റിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുവാണ് ഇയാൾ. ഇപ്പം ബംഗ്ലാദേശികളുടെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഹിന്ദുക്കളെ അവിടുന്ന് കൊണ്ടുവന്നുകൂടാ? അതേപോലെ തന്നെ ഫെൻസിങ്, UPA മൻമോഹൻ സിംഗിന്റെ സമയത്താണ് അത് കെട്ടാൻ സാധിച്ചത്. മോദി ഗവൺമെന്റ് അത് തൊടാൻ പോലും പറ്റിയിട്ടില്ല. അതേപോലെ മോദി ഗവൺമെന്റിനെ അതിശക്തമായ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു പല കാര്യങ്ങളും. കഴിഞ്ഞ 11 വർഷം കൊണ്ട് മോദി ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നും ചെയ്തില്ല. അതായത് വെർട്ടിക്കലായിട്ട് ഇവർ തമ്മിലുള്ള സംഭവങ്ങൾ മറനീക്കി പുറത്തു വരുന്നു. ഇതാണ് ഉണ്ടായത്.